നമ്മുടെ ഇക്കോളജിക്കൽ സക്സഷനിൽ നമ്മൾ പറഞ്ഞു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഉണ്ടാവുമെന്ന് പറഞ്ഞു. സോ നിലവിലുള്ള കമ്മ്യൂണിറ്റിയിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ചേഞ്ചസ് വന്നിട്ട് ഇപ്പോൾ ഉള്ള എൻവയോൺമെൻറ്റിന് ഇക്വിലിബ്രിയത്തോടു കൂടിയുള്ള ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നു. സോ ആ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കിയേ. സീർ എന്ന് പറഞ്ഞാൽ എൻറ്റയർ സീക്വൻസ് ഓഫ് കമ്മ്യൂണിറ്റീസ് ദാറ്റ് സക്സസീവ്ലി ചേഞ്ച് ഇൻ എ ഗിവൺ ഏരിയ. സോ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്ന എന്തൊക്കെ സീക്വൻസുകളാണോ എന്തൊക്കെ ചേഞ്ചുകളാണോ അതിനെ വിളിക്കുന്ന പേരാണ് സീർ. സോ എൻറ്റയർ സീക്വൻസ് ഓഫ് കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റി ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിൽ എത്തുന്നതിനായിട്ട് എന്തൊക്കെ സീക്വൻസുകളാണ് ഉണ്ടായിരിക്കണത് ദാറ്റ് സക്സസീവ്ലി ചേഞ്ച് ഇൻ എ ഗിവൺ ഏരിയ, അതുവഴി ആ പെർട്ടിക്കുലർ ഏരിയയിൽ എന്ത് ചേഞ്ചാണോ സംഭവിച്ചത്. സോ സക്സസീവായിട്ട് നമ്മൾ പറഞ്ഞ് സീക്വൻഷ്യലായിട്ട് പാരലലായിട്ടുണ്ടാവുന്ന ആ ചേഞ്ചുകൾ ഒരു പെർട്ടിക്കുലർ ഏരിയ, അതിനനുസരിച്ച് കമ്മ്യൂണിറ്റിയിൽ കുറേ സീക്വൻസ് ഓഫ് ഇവൻറ്റുകൾ മാറുന്നു. സോ ചേഞ്ചുകൾ കമ്മ്യൂണിറ്റിയിൽ സംഭവിക്കുന്നു. അങ്ങനെ ഒരുപാട് ചേഞ്ചിന് ശേഷം ആ ചേഞ്ച് ഒരു ഫൈനൽ അല്ലെങ്കിൽ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിലേക്ക് ഇപ്പോൾ ഉള്ള എൻവയോൺമെൻറ്റിൽ ഇക്വിലിബ്രിയത്തോടു കൂടിയുള്ള ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്നു. സോ അങ്ങനെ ഉണ്ടാവുന്ന ആ കമ്മ്യൂണിറ്റിയിലെ എല്ലാ സീക്വൻസുകളും എന്തൊക്കെ ചേഞ്ചുകളാണോ ആ കമ്മ്യൂണിറ്റിയിൽ ആ പെർട്ടിക്കുലർ ഏരിയയിൽ സക്സസീവായിട്ട് ചേഞ്ചായിട്ട് സംഭവിക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ്, ആ ഓരോ സീക്വൻസ് ഓഫ് ഇവൻറ്റുകളെ വിളിക്കുന്ന പേരാണ് സീർ. എൻറ്റയർ സീക്വൻസ്, എല്ലാ ടോട്ടൽ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആ കമ്മ്യൂണിറ്റിയിൽ ചേഞ്ച് വരാനായിട്ട് സക്സസീവ്ലി ചേഞ്ച് വരാനായിട്ട് ആ പെർട്ടിക്കുലർ ഏരിയയിൽ എൻറ്റയർ സീക്വൻസ് ഇവൻറ്റുകൾ എന്തൊക്കെ നടന്നോ അതാണ് സീർ എന്ന് പറയുന്നത്. സോ സീറാൾ സ്റ്റേജസ് അല്ലെങ്കിൽ സീറാൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ട്രാൻസിഷണൽ കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രാൻസിഷൻ, ആ ചേഞ്ചാണ് സീറാൾ സ്റ്റേജസ് അഥവാ സീറാൾ കമ്മ്യൂണിറ്റീസ്. അങ്ങനെ ഒരുപാട് സീറാൾ സ്റ്റേജസ് അല്ലെങ്കിൽ ഒരുപാട് സീറാൾ കമ്മ്യൂണിറ്റീസ് കൂടിച്ചേരുമ്പോഴാണ് എൻറ്റയർ സീക്വൻസ് ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നത്. അതാണ് നമ്മൾ പറഞ്ഞ സീർ. സോ ടോട്ടൽ എല്ലാ സീക്വൻസ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ആ ചേഞ്ചുകളുടെ എല്ലാ സീക്വൻസുകളും കൂടി ചേർന്നതാണ് നമ്മൾ സീർ എന്ന് പറയുക. എന്നാൽ അതിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്കുമുള്ള ആ ട്രാൻസിഷണൽ ചേഞ്ച്, ഇൻഡിവിജ്വലായിട്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്ക് മാറുമുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള ചേഞ്ച്, ട്രാൻസിഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ഓരോ ചേഞ്ചുകൾ സീറാൾ സ്റ്റേജസ് അഥവാ സീറാൾ കമ്മ്യൂണിറ്റി. സോ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മറ്റൊരു ഇൻഡിവിജ്വൽ കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻഡിവിജ്വലായിട്ട് ട്രാൻസിഷൻ അഥവാ മാറ്റങ്ങൾ വരുമ്പോൾ ആ ഓരോരോ സ്റ്റേജിനെയും ഇൻഡിവിജ്വലായിട്ടുള്ള ചേഞ്ചുകളെ വിളിക്കുന്ന പേരാണ് സീറാൾ സ്റ്റേജസ് ആൻഡ് സീറാൾ കമ്മ്യൂണിറ്റീസ്. ഇങ്ങനെ എല്ലാ ഇൻഡിവിജ്വൽ ചേഞ്ചസും കൂടി എൻറ്റയർ സീക്വൻസ് ഓഫ് ചേഞ്ച് ആ കമ്മ്യൂണിറ്റീസിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എൻറ്റയർ എല്ലാ ചേഞ്ചുകളും കൂടിയിട്ട് എല്ലാ സീക്വൻസുകളും കൂടി വിളിക്കുന്ന പേരാണ് സീർ. ഇൻഡിവിജ്വൽ ചേഞ്ചുകളെ വിളിക്കുന്ന പേരാണ് സീറാൾ സ്റ്റേജ് ആൻഡ് സീറാൾ കമ്മ്യൂണിറ്റി. സോ സക്സസീവ് സീറാൾ സ്റ്റേജസുകൾ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സക്സസീവ് സീറാൾ സ്റ്റേജസിൽ എന്താണ് സംഭവിക്കുന്നത്, വൺ ബൈ വൺ ആ ചേഞ്ചുകൾ സംഭവിക്കുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ സീറാൾ സ്റ്റേജസിൽ അവിടെ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സ്പീഷീസ്, അവിടെ ഡൈവേഴ്സിറ്റിക്ക് വ്യത്യാസം വരികയാണ്. ആ കമ്മ്യൂണിറ്റിയിലെ സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റി വ്യത്യാസം വരുന്നു. സോ ഡൈവേഴ്സിറ്റി ഓഫ് ദ സ്പീഷീസ് ഓഫ് ഓർഗാനിസം ചേഞ്ച് ആവുന്നു. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സ്പീഷീസ് ചേഞ്ച് ചെയ്യുന്നു. സക്സസീവ് സീറാൾ ഓരോ സക്സസീവ് സീറാൾ സ്റ്റേജസിലൂടെ എന്താണ് സംഭവിക്കുന്നത്, ചേഞ്ച് ഇൻ ദ ഡൈവേഴ്സിറ്റി ഓഫ് എ സ്പീഷീസ് ഓഫ് ഓർഗാനിസം, ഓർഗാനിസത്തിൻ്റെ ആ സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റിയിൽ മാറ്റം വരുന്നു. അതോടൊപ്പം തന്നെ ആസ് വെൽ ആസ് ഇൻക്രീസ് ഇൻ ദ ടോട്ടൽ ബയോമാസ്. സോ ടോട്ടൽ ബയോമാസിലും അതുപോലെ നമ്പർ ഓഫ് സ്പീഷീസിൻ്റെ അതിൻ്റെ ഡൈവേഴ്സിറ്റിയിലും മാറ്റങ്ങൾ വരുന്നു. എപ്പോൾ സക്സസീവ് സീറാൾ സ്റ്റേജസ്. സോ ഈ സക്സസീവ് ഓരോ സീറാൾ സ്റ്റേജ് കഴിയും തോറും എന്തൊക്കെയാണ്, നമ്പർ ഓഫ് സ്പീഷീസിൽ ഇൻക്രീസ് സംഭവിക്കുന്നു, ടോട്ടൽ ബയോമാസിലും ഇൻക്രീസ് സംഭവിക്കുന്നു. സോ ടോട്ടൽ ബയോമാസും നമ്പർ ഓഫ് സ്പീഷീസും കൂടാൻ തുടങ്ങുന്നു, ഇൻക്രീസ് ആവാൻ തുടങ്ങുന്നു ഓരോ സക്സസീവ് സീറാൾ സ്റ്റേജസിലൂടെയും കടന്നു പോകുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഏതൊക്കെ കമ്മ്യൂണിറ്റികളാണോ അറ്റ് പ്രസൻറ്റ് നമ്മൾ കാണുന്ന ഈ ലോകത്ത് ഈ വേൾഡിൽ കാണുന്ന കമ്മ്യൂണിറ്റികളൊക്കെ
ഒരുപാട് മുമ്പ് ഇക്കോളജിക്കൽ സക്സഷൻ്റെ ഭാഗമായിട്ട് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് എപ്പോഴാണോ ലൈഫ് ഈ ഭൂമുഖത്ത് സ്റ്റാർട്ട് ചെയ്ത്, വെൻ ലൈഫ് സ്റ്റാർട്ട്, സിൻസ് ലൈഫ് സ്റ്റാർട്ടഡ് ഓൺ ദിസ് എർത്ത്, ഈ ഭൂമുഖത്ത് ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പായിട്ട് തന്നെ ഇക്കോളജിക്കൽ സക്സഷൻ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ പ്രസൻറ്റ് ഡേ കമ്മ്യൂണിറ്റീസും. സോ നമ്മളിപ്പോൾ കാണുന്ന എല്ലാ പ്രസൻറ്റ് ഡേ കമ്മ്യൂണിറ്റീസും ഇതിനു മുമ്പ് ഒരുപാട് ഇപ്പോൾ എന്തിൻ്റെ ഭാഗമായിട്ട് വന്നാണ്, എങ്ങനെയാണ് ഈ ലോകത്ത് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്തത്? ഇക്കോളജിക്കൽ സക്സഷൻ്റെ ഭാഗമായിട്ട്. ഈ ഇക്കോളജിക്കൽ സക്സഷൻ നടന്നത് എപ്പോഴാണ്? മില്യൺസ് ഓഫ് ഇയേഴ്സ് എന്നാണോ ഈ ലൈഫ് എർത്തിൽ സ്റ്റാർട്ട് ചെയ്ത്, ലൈഫ് എന്നു മുതലാണോ ഈ എർത്തിൽ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതലുള്ള ഇക്കോളജിക്കൽ സക്സഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് അന്ന് തൊട്ടുള്ള ഇക്കോളജിക്കൽ സക്സഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പ്രസൻറ്റ് ഡേയിൽ കാണുന്ന കമ്മ്യൂണിറ്റികളൊക്കെ. സോ ഒരു തരത്തിൽ വാസ്തവത്തിൽ പറയുകയാണെങ്കിൽ ഈ ഇക്കോളജിക്കൽ സക്സഷനും ഇവല്യൂഷനും പാരലൽ പ്രോസസ്സുകളായിട്ട് അന്ന് നടന്നിരിക്കും. സോ ഇക്കോളജിക്കൽ സക്സഷൻ അല്ലെങ്കിൽ സക്സഷൻ ആൻഡ് ഇവല്യൂഷൻ എന്ന് പറഞ്ഞത് രണ്ട് പാരലൽ പ്രോസസ്സുകളാണ്. ഈ പാരലൽ പ്രോസസ്സുകളിലൂടെയാണ് ഒരുപാട് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് നമുക്ക് ഈ വേൾഡിൽ കാണാൻ പറ്റുന്നത്. സോ സക്സഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഒരു ലിവിങ് ഓർഗാനിസംസും ഇല്ലെങ്കിലാണ്. സോ സക്സഷൻ ഈസ് എ പ്രോസസ് സ്റ്റാർട്ട് where no living organism are there. ഒരു ലിവിങ് ഓർഗാനിസം അവിടെ ഇല്ലെങ്കിൽ സക്സഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതൊരു പക്ഷേ ഒരു ചില പെർട്ടിക്കുലർ ഏരിയയിലായേക്കാം. ദിസ് കുഡ് ബി ഏരിയാസ് വെയർ നോ ലിവിങ് ഓർഗാനിസം എക്സിസ്റ്റഡ് എവർ. ഒരിക്കലും ഒരു ഓർഗാനിസം ഇല്ലാതിരുന്ന ഒരു സ്ഥലത്തായിരിക്കാം സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഓർഗാനിസംസ് ഉണ്ടായിട്ട് അവിടെ നിന്ന് ഓർഗാനിസംസ് ഒക്കെ നഷ്ടപ്പെട്ടിരിക്കാം. ചില ഏരിയാസിൽ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഒരിക്കൽ എക്സിസ്റ്റഡ് ആണ്, പക്ഷേ ഇപ്പോൾ അതൊന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള സ്ഥലത്തും സക്സഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. സോ രണ്ട് തരത്തിൽ നമുക്ക് സക്സഷനെ പറയാം. പ്രൈമറി സക്സഷൻ ആൻഡ് സെക്കൻഡറി സക്സഷൻ. ഒരിക്കലും ഒരു ലിവിങ് ഓർഗാനിസം ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു സ്ഥലത്ത്, ബെയറായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സക്സഷൻ. ഒരു ലിവിങ് ഓർഗാനിസം ഇതുവരെ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് ഒരു സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സക്സഷൻ. അതേസമയം ഒരു കാലത്ത് ലിവിങ് ഓർഗാനിസം അവിടെ എക്സിസ്റ്റഡ് ആയിരുന്നു, ഇപ്പോൾ അവിടെ ഒരു ഓർഗാനിസം ഇല്ല, അതൊക്കെ നഷ്ടപ്പെട്ടു. പിന്നീട് അവിടെ പുതിയ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സക്സഷനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സക്സഷൻ. ഒരിക്കലും ഒരു ഓർഗാനിസം ഇല്ല, എക്സിസ്റ്റ് ചെയ്യാത്ത സ്ഥലത്ത് ഒരു ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതെന്താണ്? പ്രൈമറി സക്സഷൻ. ഓൾറെഡി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി, പിന്നീട് അത് വീണ്ടും സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നു. സോ സക്സഷൻ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, പ്രൈമറി സക്സഷനും സെക്കൻഡറി സക്സഷനും. പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ ന്യൂലി കൂൾഡ് ലാവ. പുതുതായിട്ട് കൂളായി വന്ന ആ ലാവയിൽ പുതിയ പ്രൈമറി സക്സഷൻ അല്ലെങ്കിൽ ഓർഗാനിസംസ് സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ ബെയർ റോക്കുകളിലൊക്കെ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് പ്രൈമറി സക്സഷനാണ്. അതുപോലെ ന്യൂലി ക്രിയേറ്റഡ് ആയിട്ടുള്ള പോണ്ട്, റിസർവോയറൊക്കെ പ്രൈമറി സക്സഷന് എക്സാമ്പിളാണ്. സോ ന്യൂലി കൂൾഡ് ലാവ, ബെയർ റോക്ക്, ന്യൂലി ക്രിയേറ്റഡ് പോണ്ട് അല്ലെങ്കിൽ റിസർവോയറൊക്കെ എന്താണ്? പ്രൈമറി സക്സഷന് എക്സാമ്പിളാണ്. ഒരു കാലത്തും ഒരു ലിവിങ് ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് ലിവിങ് ഓർഗാനിസമോ അല്ലെങ്കിൽ സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ പറഞ്ഞു എന്താണ്? പ്രൈമറി സക്സഷൻ. ആ പ്രൈമറി സക്സഷൻ എക്സാമ്പിൾസ് ആണ് പുതുതായി കൂൾഡായിട്ട് വന്ന ലാവയിൽ സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ബെയർ റോക്കിൽ സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ന്യൂലി ക്രിയേറ്റഡ് ആയിട്ടുള്ള പോണ്ട് അല്ലെങ്കിൽ റിസർവോയർ ഫോം ചെയ്യുന്നതൊക്കെ പ്രൈമറി സക്സഷന് എക്സാമ്പിളാണ്. സോ ഒരു പ്രൈമറി സക്സഷൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പുതിയ ബയോട്ടിക് കമ്മ്യൂണിറ്റി ഉണ്ടാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. സോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ന്യൂ ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്
സ്ലോ ആയിരിക്കും, വളരെയധികം സ്ലോ, അല്ലെങ്കിൽ പ്രൈമറി സക്സഷൻ വളരെ പതുക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. വളരെ സ്ലോലി മാത്രം എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന ഒരു പ്രോസസ്സാണ് പ്രൈമറി സക്സഷൻ. അതായത് പ്രൈമറി സെക്ഷനിൽ എൻറ്റയർലി പുതുതായി ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വളരെ സ്ലോലി മാത്രമേ നടക്കുള്ളൂ. അതിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ബയോട്ടിക് കമ്മ്യൂണിറ്റി ഓഫ് ഡൈവേഴ്സ് ടൈപ്പ് ഓഫ് ഓർഗാനിസം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിൻ്റെ ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ഫാക്ടറാണ് സോയിൽ. സോയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി, ഡൈവേഴ്സ് ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൻ്റെ ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആവുള്ളൂ. സോ അവിടെ ആദ്യം വേണ്ടത് എന്താണ്? സോയിൽ. സോ സോയിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനും വേറെ കുറേ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സുകളുണ്ട്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ മോസ്റ്റ്ലി ക്ലൈമാറ്റിക് ഫാക്ടർ അനുസരിച്ച് ഒരു നാച്ചുറൽ പ്രോസസ്സിലൂടെ 100 മുതൽ 1000 വർഷങ്ങൾ വരെ എടുത്തിട്ടാണ് ഒരു ഫെർട്ടൈൽ സോയിൽ, അല്ലെങ്കിൽ ബയോട്ടിക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫെർട്ടൈൽ സോയിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ബെയർ റോക്കിൽ. സോ പ്രൈമറി സക്സഷൻ നമ്മൾ പറഞ്ഞു വളരെ സ്ലോ ആയിട്ട് മാത്രമേ എസ്റ്റാബ്ലിഷ്ഡ് ആവുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ പ്രൈമറി സക്സഷൻ്റെ എക്സാമ്പിൾസ്. ഇതുപോലെ പ്രൈമറി സക്സഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് ഒരു ന്യൂ ബയോട്ടിക് കമ്മ്യൂണിറ്റി വേണമെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് വേണ്ട ഒരു ഫാക്ടർ എന്താണ്? സോയിലാണ്. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അടുത്ത ഫാക്ടറാണ് ക്ലൈമാറ്റിക് കണ്ടീഷൻ. സോ ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് ഒരു നാച്ചുറൽ പ്രോസസ്സിലൂടെ 100 മുതൽ 1000 വർഷങ്ങൾ എടുത്തിട്ട് വേണം ഇതുപോലെ ഒരു ബെയർ റോക്കിൽ അത് കൺവേർട്ട് ചെയ്ത് ഒരു ഫെർട്ടൈൽ സോയിലായിട്ട് മാറാനായിട്ട്. അതുകൊണ്ട് തന്നെ പ്രൈമറി സക്സഷൻ വളരെ സ്ലോലി മാത്രമേ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയുള്ളൂ.